ഞങ്ങൾ വളരെ കാലങ്ങളായി, അതായത് ഒരു 2015-16 തൊട്ട് കഴിഞ്ഞൊരു 8-9 കൊല്ലമായി ഞങ്ങൾ എന്നും ഒരു 2 പ്രാവശ്യം വിളിക്കുകയും ആഴ്ചയിൽ ഒരു 3 ദിവസം ഒരുമിച്ച് യാത്ര ചെയ്യും. നിങ്ങളെക്കുറിച്ച് ഇടയ്ക്കാലത്ത് ചേർന്നൊരു കിംവദന്തി എന്ന് പറയുന്നത്, നിങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് മത്സരിച്ചല്ലോ, അപ്പോൾ പരസ്പരം നിങ്ങൾ ഏറ്റുമുട്ടുന്ന 2 ക്യാമ്പുകളിലാണ് എന്ന തരത്തിൽ ആൾക്കാരൊക്കെ ചില കഥകളൊക്കെ പ്രചരിപ്പിച്ചു. അതിനകത്ത് എന്തെങ്കിലും വാസ്തവം ഉണ്ടായിരുന്നു? സ്വാഭാവികമായിട്ടും ഒരു മത്സരമായിരുന്നു, പക്ഷെ അത് വളരെ ആരോഗ്യകരമായ മത്സരമായിരുന്നു. ഞങ്ങൾ NSU ഭാരവാഹികളായത് ഒരുമിച്ചായിരുന്നു, ഞങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായത് ഒരുമിച്ചായിരുന്നു. അതിലുപരി ഞങ്ങൾ സെറ്റ് ആകുന്നു മാത്രമല്ല, സെറ്റ് ചെയ്താകുന്നു. അതായത് ഞാൻ വരാൻ വേണ്ടി അഭിന് സെറ്റ് ചെയ്തിട്ട് മത്സരിച്ചതല്ല, അതിനകത്ത് സെറ്റ് ഇടുന്നല്ലേ, മൊത്തത്തിലൊരു സെറ്റ് ഇടുന്ന പ്ലാനിങ് വേണ്ടേ? പ്ലാനിങ് ഇല്ലാതെ പറ്റുമോ? നിങ്ങൾ ഇപ്പോഴാ പുറത്തിറങ്ങുന്നത്, ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. അല്ല, അതായത് ഞങ്ങളെ യൂത്ത് കോൺഗ്രസ് ഞങ്ങളുടെ ഒരു പാർട്ടി സംവിധാനം വെച്ച് ഒരാളാകുമ്പോൾ അപ്പുറം മറ്റൊരാളായില്ലെങ്കിൽ ഒരാൾക്കും ആവാൻ പറ്റില്ല. അങ്ങനെ ചെറിയ ഒരു സ്ട്രക്ചറൊക്കെ ഉണ്ടല്ലോ, ഇക്വേഷൻ ഒക്കെ ഉണ്ട്. അതായത് ഞങ്ങളുടെ പാർട്ടിയിൽ ഇപ്പോൾ പറയണതിനൊന്നും കുഴപ്പമില്ല, ഞങ്ങളുടെ പാർട്ടിയിൽ ഈവൻ നമ്പറിലാണ് ഭാരവാഹികൾ വരാറുള്ളൂ. അതിന് ചില കാരണങ്ങളുണ്ട്. അത് ഈവൻ നമ്പറിലാണ് വരാൻ പറ്റും. അതുകൊണ്ട് തന്നെ അല്ല, അപ്പൊ അതുകൊണ്ട് നേരത്തെ ഇപ്പൊ ഓഡ് നമ്പറും ആവും. അതുകൊണ്ട് നേരത്തെ ഈവൻ നമ്പറിൽ വരാൻ വേണ്ടി അത് ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ മുൻഗാമികൾ ഈ ദീപ്തി ചേച്ചിയും ജ്യോതി അണ്ണൊക്കെ ചിരിച്ചു കാണിക്കണയാ. ഞങ്ങളുടെ മുൻഗാമികൾ പഠിപ്പിച്ച ചില ഞങ്ങൾ സത്യസന്ധരായി പഠിച്ചു, ഞങ്ങൾ സത്യസന്ധരായി പോയി. അതെ, ഞങ്ങളുടെ മുൻഗാമികൾ ഇതൊക്കെ തന്നെ. തമ്മിൽ മത്സരിച്ച സമയത്തെ അബിൻ എന്നോട് പറഞ്ഞതൊക്കെ ഇരിക്കട്ടെ, ഞാൻ ഒന്നും തിരിച്ചു പറഞ്ഞ എന്റെ ഭാഗ്യം. പക്ഷെ മത്സരം വളരെ ആരോഗ്യപരമായിരുന്നു. ഞങ്ങള് കാര്യമായൊക്കെ വോട്ട് പിടിച്ച് അങ്ങനെയൊക്കെ തന്നെയാണ് വന്നത്. പക്ഷെ അടുത്ത കാലത്ത് യൂത്ത് കോൺഗ്രസിന്റെ മത്സരം 4 പേര് അറിഞ്ഞു. ഞാൻ നെഗറ്റീവ് അർത്ഥത്തിലല്ല, പോസിറ്റീവ് അർത്ഥത്തിൽ പറഞ്ഞാൽ അത് നിങ്ങളുടെ മത്സരമായിരുന്നു. അത് ആ അർത്ഥത്തിൽ അല്ല, അത് തീർച്ചയായിട്ടും ഗ്രൗണ്ട് ലെവൽ തൊട്ട് വോട്ട് ചെയ്ത് ഒരു മൊത്തത്തിലൊരു ഇളക്കം ഉണ്ടായി താഴെത്തട്ട് മുതൽ. ഞാൻ പറഞ്ഞു വന്നത് രാഹുൽ നിങ്ങളൊന്ന് ഇളക്കുകയും ചെയ്തു. ഈ രാഹുലിനെ കുറിച്ച് കേട്ട മറ്റൊരു കള്ളക്കഥയാണെന്ന് എനിക്കറിയാം. ആ കള്ളക്കഥ എന്ന് പറയുന്നത്, രാഹുലിന് തൊഴിലില്ല, പക്ഷെ രാഹുൽ ഉപയോഗിക്കുന്ന കാറിന് ഭയങ്കര വിലയാണ്, രാഹുലിന് ഭയങ്കര കാശാ എന്ന്. ശരിക്കും കാശുണ്ടോ കൈ? അങ്ങനെയല്ല, ഞാൻ ഉപയോഗിക്കുന്ന കാർ എന്ന് പറയുന്നത് ഇവിടെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന കാറുകളൊക്കെ തന്നെ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. ഞാൻ കാറ് വാങ്ങുന്നത് എന്തോ ഒരു കൗതുകമാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ട് എനിക്ക് വീട്ടിൽ വണ്ടിയുണ്ട്. എൻ്റെ അമ്മ ഒരു സെൻട്രൽ അമ്മ എന്താ ചെയ്യുന്നത്? അമ്മ LIC ഓഫീസറായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ട്. ഒരു മകനാണോ അതോ? അല്ല, സഹോദരിയുണ്ട്. സഹോദരി ഇപ്പൊ എവിടെയാ? സഹോദരി വിവാഹിതയാണ്. അപ്പം അവര് കോൺഗ്രസ് പാരമ്പര്യമാണോ അതോ എല്ലാവരും കോൺഗ്രസ് പാരമ്പര്യമാണ്? കോൺഗ്രസ് പാരമ്പര്യമുള്ളവരാണ്. അപ്പം എനിക്ക് അന്നോട്ട് വാഹനമുണ്ട്. ശരിക്കും രാഹുൽ വരുന്നത് ഏത് കാലം മുതലാ? ഞാനൊരു 2006, അതായത് സ്കൂള് കഴിഞ്ഞ് കോളേജിലേക്ക് വരും. സ്കൂൾ കഴിഞ്ഞ് +2 കഴിഞ്ഞ് കോളേജിലേക്ക് വരും. +1 വരുമ്പോൾ ശരിക്കും ആകർഷണമായത് ഏത് നിലയിലാണ്? കോൺഗ്രസിലേക്ക് വരാൻ ഒരു തീരുമാനം എടുക്കുമല്ലോ ആ ഘട്ടത്തിൽ. എൻ്റെ അച്ഛൻ ഒരു പ്രാദേശികമായ കോൺഗ്രസിന്റെ പ്രവർത്തകനായിരുന്നു. അച്ഛനെ കണ്ടു വന്നത്. അച്ഛൻ പ്രാദേശിക പ്രവർത്തകനാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതിനോട് ഈ കോൺഗ്രസിന്റെ ആശയങ്ങളോടൊരു താല്പര്യം ഉണ്ടാകും. പിന്നെ അച്ഛൻ ചെറുതിലെ മരണപ്പെട്ടു. അപ്പോൾ അമ്മ ഈ പുസ്തകം വായിക്കാൻ നന്നായി പ്രേരിപ്പിക്കും. അപ്പം നമ്മൾ ബേസിക് ഒരു ഡിഫോൾട്ട് കോൺഗ്രസ് ആയതുകൊണ്ട് നമ്മൾ വായിക്കുന്ന പുസ്തകം റിലേറ്റഡ് ആണ്. കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലായിരുന്നെങ്കിൽ ഫയർ ആയിട്ട് മറ്റൊരു DYFI നേതാവായിട്ട് ഇവിടെ ഇരുന്നേനെ. അല്ല, അതിപ്പോ ഇപ്പോഴും എനിക്ക് ചോയ്സ് ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഇപ്പം അരുൺ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ക്യാരക്ടർ ഉണ്ട്. അപ്പൊ ഞാനെന്ന് പറയുന്ന ആൾക്കൊരു സ്വഭാവ ശൈലിയുണ്ട്. അപ്പൊ ആ സ്വഭാവ ശൈലി നമ്മുടെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുമല്ലോ. അപ്പൊ എനിക്ക് ഏറ്റവും അടുത്ത് നിൽക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് കോൺഗ്രസ് ആയതുകൊണ്ടാണല്ലോ ഞാൻ കോൺഗ്രസ് ആയത്. സംശയം, ഈ പുതിയ നേതൃത്വം യൂത്ത് കോൺഗ്രസിലേക്ക് വന്നതിന് ശേഷം ഞാൻ ഒരു കാര്യത്തിൽ കൂടെ ക്ലാരിറ്റി വരുത്തട്ടെ. അപ്പൊ ഞാൻ എൻ്റെ പഠനം കഴിയുന്ന കാലം തൊട്ട് ഞാൻ കൃത്യമായി പിന്നെ എന്നാൽ കഴിയുന്ന ആ കാലഘട്ടം തൊട്ടുള്ള ബിസിനസ്സുകളിലൊക്കെ ചെറിയ ബിസിനസ്സുകൾ ഇപ്പോഴും ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഓഡിറ്റ് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും. കാരണം ഞാൻ ടാക്സ് അടയ്ക്കുന്ന ആളാണ്. അപ്പം എൻ്റെ ബിസിനസ് ചെയ്യുന്നുണ്ട്. രാഹുൽ ചെയ്യുന്നുണ്ട്. എന്ത് ബിസിനസ് ആണെന്ന് പറയാൻ പറ്റുമോ? ഒന്ന് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് ട്രോൾ ഉണ്ടാക്കരുത് കേട്ടോ. അതുകൊണ്ട് പറയാം, കാരണം ഈ ട്രോളിന്റെ വിദ്വാന്മാരാണല്ലോ 2 ഭാഗത്തും. ആർഷയ്ക്കെതിരെ നിങ്ങളും ഉണ്ടാക്കും,
രാഹുലിനെതിരെ നിങ്ങൾ ഉണ്ടാക്കും. അല്ല, സത്യമല്ലേ? ഞങ്ങൾ കുറെ സുഹൃത്തുക്കൾ ചേർന്നിട്ട് ഈ കിഡ്സ് വെയറിന്റെ ഒരു ശൃംഖല തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതോടെ കിഡ്സ് വെയറിന്റെ 0 to 6 ഏജ് ഗ്രൂപ്പിന്റെ കിഡ്സ് വെയറിന്റെ ഒരു ശൃംഖല തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പുതുതായിട്ട് നമ്മൾ കുറെ സുഹൃത്തുക്കൾ, നമ്മളെല്ലാ സുഹൃത്തുക്കൾ ചേർന്നിട്ടുള്ള പരിപാടികളാണ്. ഒരു പിന്നെ ഫാർമസ്യൂട്ടിക്കൽ രംഗത്തേക്ക് രണ്ടും കൂടി മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? അല്ല, ഈ എൻ്റെ ബിസിനസ്സുകളുടെ പ്രത്യേകത ഇതെല്ലാം നന്നായി മാനേജ് ചെയ്യാൻ പറ്റുന്ന സുഹൃത്തുക്കളാണ്. നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ തൊട്ടുള്ള സുഹൃത്തുക്കളാണ്. ഓക്കെ. അപ്പോൾ അത് നന്നായി മാനേജ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് മാസം പൈസ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇടപെട്ടാൽ മതി. നമ്മുടെ ഒരു നിയന്ത്രണം മതി, സൂപ്പർവിഷൻ മതി. നമ്മുടെ ഇടപെടൽ അത് മാത്രമേ ഉള്ളൂ. വീട്ടിൽ അമ്മ ഇടയ്ക്ക് നിർബന്ധിക്കാറില്ലേ, മോനെ സമയമായി, രാഹുലെ കാലമൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു, രാഹുൽ ഗാന്ധിയെ പോലെ നിന്നാ മതിയോ എന്ന് ചോദിക്കാറുണ്ടോ? ഇപ്പൊ പറയാറില്ല, എനിക്കൊന്നും മടുത്തെന്ന് തോന്നുന്നു. വാസ്തവത്തില് ഇയാൾക്ക് ഉപദേശം വേണം ഞാൻ കൊടുക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു നമ്മൾ രണ്ടാമത്തെ ഉപദേശമായി എന്തോ ഒരു ഉപദേശിക്കുക മാത്രമേ ഉള്ളൂ, ഒരു പ്രയോജനവും ഇല്ല. പ്രയോജനപ്പെടണമെങ്കിൽ ചില കാര്യങ്ങളുണ്ട്. ഈ നന്നായി പ്രേമിച്ച് കല്യാണം കഴിച്ച ആളാ ഞാൻ. പ്രണയിച്ചു. പിന്നെ കേരളവർമ്മയിലെ പ്രണയമായിരുന്നു. കേരളവർമ്മയിലെ പ്രണയമല്ല, അല്ല, വെളിയിലുള്ള പ്രണയം. അത് വിവാഹത്തിലെത്തിയില്ല. അതെ, ആ പ്രണയം പുഷ്പിച്ചില്ല. അപ്പൊ സുന്ദരമായി പ്രണയിച്ചതാണ്. സുന്ദരമായിട്ട് വിവാഹവും കഴിച്ചിട്ടുണ്ട്. എൻ്റെ ഏറ്റവും നല്ല ക്രിട്ടിക്ക് എൻ്റെ മകനും ഭാര്യയാണ് എൻ്റെ ചാനൽ ചർച്ചയിൽ. അതുപോലെ സംഘടനാ പ്രവർത്തനത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എൻ്റെ ഭാര്യയാണ്. അതിനകത്തൊരു സംശയമില്ല.